കൂട്ടുകക്ഷി സമ്പ്രദായത്തിൽ പാർട്ടികൾ മുന്നണികൾ മാറുന്നതും അതുപോലെ തന്നെ മുന്നണികൾ അവരുടെ അടിത്തറ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ വളരെ സാധാരണമാണ്. ഇപ്പൊ തന്നെ ഇനി 1.5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ മുന്നോടിയായിട്ട് UDF അവരുടെ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനൊക്കെയുള്ള ആലോചനകൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസിലും അതിനനുസരിച്ചുള്ള ചിന്തകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ RJDയെ UDFിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ശ്രമമുണ്ട്. ഇപ്പൊ BJPയോട് ചേർന്ന് നിൽക്കുന്ന BDJS അവരെ എന്തുകൊണ്ട് UDFന് ഉൾക്കൊണ്ടുകൂടാ, ഇങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു പാർട്ടി, നിലവിലുള്ള ഒരു പാർട്ടി ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറുമ്പോൾ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുന്നണികൾ ശ്രദ്ധിക്കും, പാർട്ടികളും ശ്രദ്ധിക്കും. ഒന്നാമതായിട്ട്, ഒരു മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി, ഒരു കക്ഷി, അതിന് ആ മുന്നണിയുമായിട്ടുള്ള ആശയപരമായ അടുപ്പം ആലോചിക്കേണ്ടതുണ്ട്, നിലപാടുകളിലെ യോജിപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ രാഷ്ട്രീയമായിട്ട് വിഭിന്ന ധ്രുവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആശയപരമായിട്ട് വ്യത്യസ്തമായ നിലപാട് പുലർത്തുന്ന ഒരു പാർട്ടിയെ ഒരു മുന്നണി സ്വീകരിക്കില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അത് ആശയപരമായ നിലപാട് സംബന്ധിച്ച കാര്യമാണ്. രണ്ടാമത്, നമ്മളൊരു പാർട്ടിയെ ഒരു മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം? ഇതിന്റെ എല്ലാം അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വോട്ട് നേടുക. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് സഹായകരമാകുമോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് പരമപ്രധാനമായ ഒരു കാര്യം. രാഷ്ട്രീയമായിട്ട് പ്രയോജനമില്ലാത്തൊരു പാർട്ടിയെ ആരും മുന്നണിയിലെടുക്കില്ല. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ കാരണമായത് നമ്മുടെ PV അൻവർ, നിലമ്പൂർ MLA, CPMന്റെ സ്വതന്ത്ര MLA ആയിരുന്ന ആള്, അദ്ദേഹം UDFിൽ വരുന്നതിന്, അതിനകത്തൊന്ന് കടന്നുകൂടുന്നതിന് നടത്തുന്ന പരാക്രമങ്ങൾ കാണുമ്പോഴാണ് എങ്ങനെങ്കിലും UDFിനകത്തേക്ക് ഒന്ന് കടന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം അവിടെ ഒരു മന്ത്രിയാവാൻ. അതിനുള്ള പരിശ്രമങ്ങളിലാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസം എന്ന് പറയുന്നത്, അദ്ദേഹം കൽക്കത്തയിലെ അല്ലെങ്കിൽ മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ കൽക്കട്ടയിൽ പോയി അവിടെ മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയിൽ നിന്ന് TMCയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സംഭവമാണെന്നാണ് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നത്. ആണ്ടിയുടെ പാസ്സാണ് ഏറ്റവും നല്ല പാസ് എന്ന് ആണ്ടി തന്നെ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ആദ്യം അദ്ദേഹം കോൺഗ്രസിലായിരുന്നു, വലിയ കോൺഗ്രസ് തറവാടാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ തറവാട്ടിൽ വന്നതും ഊണ് കഴിച്ചതുമൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അവിടെയാണ് അദ്ദേഹം തുടക്കത്തിൽ രാഷ്ട്രീയം പയറ്റിയത്. പക്ഷെ അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം നേരെ തിരുവനന്തപുരത്ത് തൈക്കാടുള്ള MN സ്മാരകത്തിലേക്ക് ചെന്നു. CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. അവിടെ ചെന്ന് മുട്ടിയപ്പോൾ വാതിൽ തുറന്നാരാ? സാക്ഷാൽ CK ചന്ദ്രപ്പൻ. അപ്പോൾ അവിടുന്ന് സ്ഥലം വിട്ടതാ. പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അഭയവും ആശ്രയവും നിയമസഭയിൽ ഒരു സീറ്റും തരമാക്കി കൊടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയനോട്ട് വലിയ സൗഹൃദമായിരുന്നു. ഈച്ചൻ ചക്കരയും പോലെയാണെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ അവസാനം ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിണറായിയുമായിട്ടൊന്ന് തെറ്റി. പിണറായിയോടൊന്ന് പോരാടാൻ തന്നെ തീരുമാനിച്ചു. പിണറായി വിജയൻ, P ശശി, ADGP ആയിരുന്ന അജിത് കുമാർ, ഇവരെയൊക്കെ എതിർചേരിയിൽ നിർത്തിക്കൊണ്ടൊരു വലിയ സമര സന്നാഹം അദ്ദേഹം അങ്ങ് ആരംഭിച്ചു. സ്വാഭാവികമായും അതിന് നല്ല മാധ്യമ ശ്രദ്ധ കിട്ടുമല്ലോ. CPMലെ ഒരു സ്വതന്ത്ര MLA പിണറായി വിജയനെതിരെ, പാർട്ടിക്കെതിരെയല്ല, പിണറായി വിജയന് എതിരായിട്ട് ഒരു യുദ്ധസന്നാഹവുമായിട്ട് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും പ്രോത്സാഹിപ്പിക്കും. അവർ കൊമ്പും കൊടലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകുകയും ചെയ്തു. പ്രതിപക്ഷ കക്ഷികളും കൂടെ നിൽക്കും. അദ്ദേഹം പിണറായി വിജയനാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴേക്ക് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു താൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു മഹാസംഭവമാണെന്ന്. ഒരു സാധാരണ സംഭവമല്ല, മഹാസംഭവമാണെന്ന് സ്വയം തീരുമാനിച്ചു. പിന്നീട് അദ്ദേഹം DMKയിൽ ചേരാൻ നോക്കി. നമ്മുടെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പാർട്ടി,
അവരുടെ ഒരു യൂണിറ്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ആരംഭിച്ച് ഒന്ന് കലക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റാലിനും പിണറായിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ടല്ലോ, മച്ചാൻ മച്ചാൻ ബന്ധം, അത് അൻവർ അങ്ങോട്ട് ഓർത്തില്ല. അവിടെ ചെന്നു, ചെന്നൈയിലൊക്കെ ചെന്നു, പക്ഷെ വളരെ നിരാശനായിട്ട് പോരേണ്ടി വന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? DMK-യിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചതാ. നമുക്ക് തന്നെ ഒരു DMK അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അത് സ്ഥാപിച്ചു. അതിന്റെ സ്ഥാപക നേതാവായി. അപ്പോഴാണ് ഈ പാലക്കാട്, ചേലക്കര മുതലായ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അന്നേരം നമ്മുടെ അൻവർ അങ്ങനെ കത്തി നിൽക്കുക, പത്രത്തിന്റെ പേജുകളിലും ടെലിവിഷൻ ചാനലുകളിലും അങ്ങനെ മിന്നി നിൽക്കുക. അപ്പൊ അദ്ദേഹം കരുതിയത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വലിയ മഹാ സംഭവമായി മാറിക്കഴിഞ്ഞു എന്നാണ്. അദ്ദേഹം പാലക്കാട് BJP-യെ തോൽപ്പിക്കുന്നതിന് UDF-നെ സഹായിക്കാം എന്ന് വളരെ സൗമനസ്യപൂർവ്വം ഒരു നിലപാടെടുത്തു. പക്ഷെ ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകള് ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയണം. അതുകൊണ്ട് ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, ഒരു NK സുധീർ. പക്ഷെ അദ്ദേഹം UDF-ന് ഒരു വലിയ ഒരു ഓഫർ മുന്നോട്ട് വെച്ചതാ. അദ്ദേഹത്തെ കുറ്റം പറയരുത്. അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക. ചേലക്കരയിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ അപ്പൊ നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കാം. UDF അദ്ദേഹത്തിന്റെ NK സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിന്താങ്ങണം. പക്ഷെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അത്രയ്ക്ക് അങ്ങോട്ട് താഴാൻ പോയില്ല. അൻവറിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു. അവസാനം അദ്ദേഹത്തിന് ഒരു വലിയ ജനപിന്തുണ ഉണ്ടെന്ന് തെളിഞ്ഞു കേട്ടോ. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അൻവറിന്റെ പാർട്ടി ഒരു മഹാസംഭവമാണെന്ന് തെളിഞ്ഞു. 3920 വോട്ട്. ഈ സുധീർ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. അവിടുന്ന് മാറി ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാ. അങ്ങനെ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ റിബലായിട്ട് മത്സരിച്ചാലും കിട്ടുന്ന വോട്ടാണ് ഈ 3920 എന്ന് പറയുന്നത്. പിന്നെ ഒരു അല്പം മങ്ങി നിൽക്കുകയായിരുന്നു അൻവർ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും കേൾവിയും കേൾപ്പോരും ഇല്ലാതെ അങ്ങനെ കഴിയുമ്പോഴാണ് ഈ DFO ഓഫീസ് മാർച്ചും മറ്റും നടന്നത്. ഒരു ആദിവാസി ചെറുപ്പക്കാരൻ വനത്തിനുള്ളിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു DFO ഓഫീസ് മാർച്ച്, അതിന്റെ പേരിൽ ഉണ്ടായ അറസ്റ്റ്, അതോടെ അൻവറിന് അല്പം ജീവൻ വെച്ചതായിട്ട് തോന്നി. ഈ അറസ്റ്റിനെ തുടർന്ന് കിട്ടിയ ജാമ്യവും ഇതൊക്കെ ആയിട്ട്. അപ്പോഴാണ് UDF-ൽ കടന്നുകൂടുക എന്നുള്ള മോഹം അദ്ദേഹത്തിന് കൂടുതൽ ശക്തമായിട്ട് വന്നത്. അദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇനി UDF-ന്റെ കൂടെയാണെന്ന് സ്വയം അദ്ദേഹം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുന്നു. പിണറായിയെ താഴെയിറക്കാൻ UDF-മായി താൻ സഹകരിച്ച് പ്രവർത്തിക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ കേരള ജനതയുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒടുവിൽ പാണക്കാട് പോയിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നു. അവരാരും പക്ഷേ അനുകൂലമായ ഒരു തീരുമാനമൊന്നും പറഞ്ഞില്ല. കോൺഗ്രസും അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. വരട്ടെ നോക്കാം. ഒരാളെ UDF-ൽ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കുന്നത് ശരിയല്ലോ. ഒന്ന് നോക്കാം, ഒന്ന് കാത്തിരിക്കാം എന്നാണ് UDF-ന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കളെ തീരുമാനിച്ചത്. അതുപോലെ ലീഗ് മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്, കോൺഗ്രസിനെ പിണക്കിക്കൊണ്ട് അൻവറിനെ UDF-ൽ കൊണ്ടുവരുന്നതിന് ഒരു നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പൊ അൻവറിന് ഒരു കാര്യം മനസ്സിലായി, UDF-ൽ എടുത്താലും ഇല്ലെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പൊ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, അതിൽ കുറഞ്ഞ പക്ഷം ഒരു സംസ്ഥാന തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയുടെ പിൻബലം, അതായത് അതിൽ ചേരുക, അതിന്റെ ഭാഗമായിട്ട് UDF-ൽ ചേരുക, അതാണ് എളുപ്പം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഏകാംഗ പാർട്ടിയാണെങ്കിൽ ഒരു മന്ത്രിയാവാം. അതൊരു നല്ല വഴിയാണ്. കാരണം UDF അങ്ങനെയാ, ഏകാംഗ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്ന മഹാനുഭാവന്മാരാണ് അവര്. CPM-നെ പോലല്ല. CPM ചില കക്ഷികൾക്ക് കൊടുക്കും, ചിലരോട് ഇഷ്ടമാണ്, പക്ഷെ RJD-ക്ക് കൊടുക്കത്തില്ല. നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ ബോൾഷെവിക് RSP അതിന് കൊടുക്കത്തില്ല. അവരൊക്കെ ഇച്ചിച്ചിയാ. അതേസമയം ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് കൊടുക്കും, ഗണേഷ് കുമാറിന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ മന്ത്രിയാക്കും. അവരങ്ങനെ ചില വേറെ കൃത്യങ്ങൾ കാണിക്കും. UDF-ൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സീറ്റുണ്ടോ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പ്. അപ്പൊ അതാണ് ആ റൂട്ട്,
ആ എളുപ്പവഴിയാണ് അൻവർ പരീക്ഷിച്ചത്. അഖിലേന്ത്യാ തലത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടാണ് അൻവർ അവസാനം TMCയിൽ ചേരാൻ തീരുമാനിച്ചത്. കാരണം ഇവിടെ UDF-നുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പറ്റിയ പാർട്ടികൾ വേണമല്ലോ. NDAയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികൾ പറ്റില്ല. DMK ഒന്നും സാധിക്കില്ല, കാരണം ഇവിടെ CPM-ഉം അവരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. പിന്നെ RJD പോലുള്ള പാർട്ടികളൊക്കെ ഇവിടെ യൂണിറ്റുകളായി കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് എത്തുന്നത്. ഇതേക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ അൻവറിന് ചേരാവുന്ന പാർട്ടി എന്ന് പറയാൻ അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പാർട്ടി ഉള്ളത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹന്റെ പാർട്ടിയാണ്, YSR കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസുമായിട്ടൊന്ന് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ഒരു പഴയ കോൺഗ്രസ് നേതാവാണ് ജഗൻമോഹൻ. ആ പാരമ്പര്യം പേറുന്ന ഒരു പാർട്ടിയാണ്. വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാവുന്നതായിരുന്നു. പക്ഷേ ദേശീയ തലത്തിലുള്ള പ്രാധാന്യം നോക്കിയിട്ടായിരിക്കണം അദ്ദേഹം മമതാ ബാനർജിയെ തന്നെ ആശ്രയിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ അൻവർ ഇപ്പോൾ അൻവർ ബാനർജിയായിട്ട് മാറിയിരിക്കുകയാണ്. പിണറായി വിജയൻ അൻവറിനെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, ജയിപ്പിച്ചു, MLA ആക്കി. പക്ഷേ അദ്ദേഹത്തെ CPM-നുള്ളിലേക്ക് കടത്താതിരിക്കാനുള്ള ബുദ്ധി അദ്ദേഹം കാണിച്ചു. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പിണറായി വിജയന് നല്ലപോലെ അറിയാമായിരുന്നു. അതിപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഒരു സ്വതന്ത്ര MLA ആയിരുന്നിട്ട് കൂടി അദ്ദേഹം ഉണ്ടാക്കിയ പുകിലും പുക്കാറും ഒക്കെ പിണറായി ഒരിക്കലും മറക്കല്ല കേട്ടോ. പക്ഷേ അന്ന് പിണറായി കാണിച്ച ഈ ബുദ്ധി ഇപ്പൊ UDF പ്രദർശിപ്പിക്കുമോ, കാണിക്കുമോ, പ്രയോഗത്തിൽ വരുത്തുമോ എന്നാണ് ഇനി നമ്മൾക്കറിയാനുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയെ മുന്നണിയിലെടുക്കുമ്പോൾ ആശയപരമായ യോജിപ്പുകൾ ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞു. പക്ഷെ അൻവറിനെ UDF-ൽ എടുക്കുന്നതിന് അക്കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. ആശയപരമായ ഒന്നും അൻവറിനെ വയ്ക്കാനില്ല. പിന്നിപ്പോ തൃണമൂൽ കോൺഗ്രസ് റൂട്ടിലൂടെ വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടുകളും അല്ലെങ്കിൽ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും ഒക്കെ UDF-ന് യോജിക്കുന്നതാണോ എന്ന് നോക്കേണ്ടി വരും. അത് വളരെ യോജിക്കുന്നത് തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ അവര് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊസ്രാക്കൊള്ളികളൊക്കെ ഒപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹത്തെ കിട്ടിയിട്ട് എന്താ പ്രയോജനം? തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പേരും പതാകയും കൊടിയും നിറവും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ അൻവർ UDF-ലേക്ക് വരുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് UDF-ന് കിട്ടുക? എത്ര വോട്ടുകൾ UDF-ന് നേടിക്കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിന് അല്ലെങ്കിൽ അതുവഴി അൻവറിന് സാധിക്കും? തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? അൻവറിന് നിലമ്പൂരോ മറ്റു അദ്ദേഹത്തിന്റെ കുറച്ച് അനുയായികൾ ഉണ്ടാകും. അതല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇനി അൻവറിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിനെ UDF-നുള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് ഗുണമാണോ ദോഷമാണോ? അൻവറിന്റെ മറ്റ് പശ്ചാത്തലം അത്ര നല്ലതല്ല. പല കേസുകളിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. അത്തരം ഒരാളെ ആനയിച്ചുകൊണ്ട് വന്ന് UDF-ൽ കൊണ്ടുവരണോ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? UDF നേരത്തെ ഈ ഫോർവേഡ് ബ്ലോക്കിനെ സഖ്യകക്ഷിയാക്കിയതാണ്. ഞാൻ ഫോർവേഡ് ബ്ലോക്കിനെ ഒട്ടും ചെറുതായി കാണുകയില്ല. വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച കക്ഷിയാണ്. കോൺഗ്രസ് നിന്ന് പിണങ്ങിപ്പോയപ്പോൾ ഇപ്പോഴും കോൺഗ്രസ് ആദരിക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. പാരമ്പര്യമെങ്കിലുണ്ട്. ആ പാരമ്പര്യം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അൻവറിന് എത്രത്തോളം അവകാശപ്പെടാൻ സാധിക്കും? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. UDF-ലെ കക്ഷികൾക്കും നേതാക്കൾക്കും തൃണമൂൽ കോൺഗ്രസിനെ നന്നായിട്ട് അറിയാം. അതിന്റെ നേതാവ് മമതാ ബാനർജിയെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ പിടിവാശികൾ, മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതിൽ അവർക്കുള്ള വൈമുഖ്യം, ഇപ്പൊ തന്നെ ഇന്ത്യ സഖ്യത്തില് ആവശ്യത്തിന് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നന്നായിട്ട് അറിയാം. അൻവറിനെ അറിയാം. തൃണമൂൽ കോൺഗ്രസിലാണെങ്കിൽ അൻവർ നിയമസഭയിലേക്ക് 5 മുതൽ 10 സീറ്റ് വരെയെങ്കിലും ചോദിക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ പക്ഷം 1 സീറ്റും. കാരണം ലോക്സഭയിൽ 29 അംഗങ്ങളുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ബംഗാൾ പോലെ ഒരു വലിയ സംസ്ഥാനം ഭരിക്കുന്ന വലിയ പാർട്ടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വഴിയെ പോകുന്ന വയ്യാവലി എടുത്ത് തോളത്തിടണോ എന്നുള്ളത് UDF ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് വില കൊടുത്ത് വാങ്ങണോ എന്ന കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ
ഈ കാര്യത്തിൽ പറയാനുള്ളൂ.